അങ്ങോട്ടേക്ക് വ്യൂ പോയിൻ്റൊക്കെ ഉണ്ട്. ഇതെല്ലാം വ്യൂ പോയിൻ്റ് തന്നെയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ നമുക്ക് ആ പാടങ്ങൾ കാണാം, കൃഷിപ്പാടങ്ങൾ. ആക്ച്വലി നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റും. അത് റിസോർട്ട് ചോദിച്ചപ്പോൾ പറഞ്ഞു ബൈസൺ വാലിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്തായാലും നമുക്കൊന്ന് സമയം കിട്ടുവാണെങ്കിൽ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾക്ക് എൻ്റെ പിന്നിൽ കാണാമെന്ന് വിചാരിക്കുന്നു. നല്ല കിടിലൻ പാടം കണ്ട പച്ചപ്പരവതാനി വിരിച്ച പാടം. ആക്ച്വലി ഈ ഒരു നെൽപ്പാടം ഗ്യാപ്പ് റോഡിന് തൊട്ടടുത്ത ബൈസൺ വാലിയിലേക്ക് പോകുന്ന വഴിയാണ്. ഈ ഒരു സ്ഥലത്തെ കാഴ്ചകളും വിശേഷങ്ങളൊക്കെയാണ് ഈ കുഞ്ഞു വീഡിയോയിലുള്ളത്. ജസ്റ്റ് ഇവിടെ ഒന്ന് കാണിക്കുന്നതേ ഉള്ളൂ. നമുക്ക് ഇവിടുത്തെ കുറച്ച് ആകാശ ദൃശ്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അതേ നമ്മുടെ ബൈസൺ വാലി ഗ്യാപ്പ് റോഡാണിത്. നമ്മൾ അങ്ങോട്ടേക്ക് ഇറങ്ങി നമ്മുടെ മുട്ടുകാട് പാഡി ഫീൽഡ്സ് എന്നാണ് അതിൻ്റെ പേര്. ഞാൻ എന്തായാലും ലൊക്കേഷൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ആ പാഡി ഫീൽഡ്സ് തേടി നമ്മളൊന്ന് പോവുകയാണ്. ഇറങ്ങാൻ പറ്റുമെങ്കിൽ ഇറങ്ങാം. ഹായ് ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം കണ്ടോ? ആക്ച്വലി ഇത് ഇടുക്കി ജില്ലയാണ്. മുട്ടുകാട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമ്മളിവിടെ നിൽക്കുന്നത്. ആക്ച്വലി ബൈസൺ വാലി പോകുന്ന വഴിക്കാണ്. അതാ കിടിലൻ കാഴ്ചകൾ കണ്ടോ. ഇവിടെ കാർ അവിടെ പാർക്ക് ചെയ്തു. ആക്ച്വലി ആ ഒരു മലയുടെ ഭാഗത്തുണ്ട്, അതിൻ്റെ മുകളിലാണ് ഗ്യാപ്പ് റോഡ്. അതിൻ്റെ മുകളിലല്ല, അതിൻ്റെ സൈഡിലാണ് ഗ്യാപ്പ് റോഡ്. അവിടെ നിന്നാണ് നമ്മൾ താഴോട്ട് ഇറങ്ങി വന്നത്. ഞങ്ങൾ അവിടുത്തെ ഒരു റിസോർട്ടിലാണ് സ്റ്റേ ചെയ്തത്. അപ്പോൾ എന്തായാലും അവിടെ നിന്നാൽ നമ്മുടെ റിസോർട്ടിൽ നിന്നാൽ ഈ ഒരു പാടത്തിൻ്റെ കുറച്ച് ഭാഗങ്ങൾ കാണാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഇവിടെ വന്ന് നോക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൂഗിളിൽ തപ്പിയപ്പോൾ ആ പേര് കിട്ടി. അങ്ങനെ ഞങ്ങൾ ഇവിടെ വന്നതാണ് കേട്ടോ. നമ്മൾ ഈ മൂന്നാർ ജില്ലയിൽ മൂന്നാറിനടുത്ത് ഇങ്ങനെയൊരു നെൽപ്പാടമൊക്കെ ഉണ്ടാവും എന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. കിട്ടില്ല. നല്ല വയലോരങ്ങൾ, അതിൻ്റെ നടുക്കൂടെയൊക്കെ നടന്നു പോകാം. കൊള്ളാം. നല്ല കിടിലം സ്പോട്ട് കേട്ടോ. നമുക്ക് എന്തായാലും നമ്മുടെ ഡ്രോണൊന്ന് പറപ്പിച്ച് നോക്കണം. നടുക്കൂടെ വെള്ളമൊക്കെ പോകുന്നു. ഇപ്പോൾ കുറച്ച് കാട് പോലെയൊക്കെയായി. എനിക്കൊന്നും ഉണങ്ങി വരണ്ട് കിടക്കുകയായിരുന്നു, വലിയ മഴയൊന്നും ഇല്ലാണ്ട്. ഇന്നലെയാണ് ഒരു മഴ പെയ്യുന്നത്. ഇനിയിപ്പോൾ ജൂൺ ജൂലൈ ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ കിടിലമായിരിക്കും എന്ന് തോന്നുന്നു. എല്ലാവരും വരുന്നുണ്ട് ഇവിടെയൊക്കെ. ഇതാണ് നമ്മുടെ മുട്ടുകാട് പാഡി ഫീൽഡ്സിൻ്റെ ആ ഒരു കാഴ്ചകൾ. ശരിക്കും ഒരു എന്താ പറയുക, ഗ്രാമ ഏരിയയിൽ വന്നൊരു ഫീലുണ്ട്. അത് കേരളത്തിലെ ഗ്രാമം കേട്ടോ. അവിടെയൊക്കെ എരുമകളൊക്കെ മേയുന്നുണ്ട്. പിന്നെ ഇതാ നമുക്കവിടെ ചെറുതായിട്ട് നമ്മുടെ ഗ്യാപ്പ് റോഡ് പോകുന്ന വഴി അതാ കേട്ടോ, ആ മുകളിലത്തെ ഭാഗങ്ങൾ. കാരണം അവിടെ നിന്നാൾ നമ്മുടെ റിസോർട്ടിൽ നിന്നും നമ്മൾ ഇത് കണ്ടായിരുന്നു, ഈ പാഡി ഫീൽഡ്സ്. എന്തായാലും ചുറ്റുമുള്ള കുറച്ച് ആകാശ ദൃശ്യങ്ങളൊക്കെ നമ്മൾ എടുത്തു നമ്മുടെ ഹെലികോപ്റ്ററിൽ. അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം നമ്മൾ തിരിച്ചു പോകുന്ന വഴിയൊക്കെ ഒന്ന് നോക്കണം. ഇത് അപ്പുറത്തെ സൈഡിലുണ്ട് നല്ല വിശാലമായ എന്താ പറയുക, പച്ച വിരിച്ച പാടം. കൊള്ളാം. നമുക്കിടയ്ക്കൂടെയൊക്കെ നടക്കാം. കുറേ വീഡിയോസൊക്കെ എടുത്തു നമ്മൾ. മൂന്നാറിലൊക്കെ വരുന്നവർ ഈ ഒരു എക്സ്പീരിയൻസ് എന്തായാലും ഒട്ടും പ്രതീക്ഷിക്കില്ല. അപ്പോൾ ഈ എന്താ പറയുക, നിങ്ങൾ 2-3 ദിവസമൊക്കെ സ്റ്റേ ചെയ്യാനാണ് വരുന്നതെങ്കിൽ നമ്മുടെ ഗ്യാപ്പ് റോഡിനടുത്തൊക്കെ സ്റ്റേ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ മുട്ടുകാട് ഭാഗത്തേക്ക് വരാം. ബൈസൺ വാലി പോകുന്ന റൂട്ടാണിത്. ഞാൻ എന്തായാലും ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിലും പിൻ ചെയ്ത് വെച്ചേക്കാം. താല്പര്യമുള്ളത് നോക്കിക്കൊള്ളുക. നല്ല വെയിലാണ് ഈ സമയത്ത്. മൂന്നാറിനെക്കാട്ടും കുറച്ചുകൂടെ ചൂട് കൂടുതലാണ് ഇവിടെ. അപ്പോൾ അത് വരുന്നവരൊന്ന് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഗ്ലാസ് വെച്ചിരിക്കുന്നത്. നമ്മൾ നടുക്കാണ്, വേറെ മരങ്ങളൊന്നും ഇല്ല. മരങ്ങളൊക്കെ അങ്ങ് ദൂരെയാണ്. പാടമാണല്ലോ, പാടത്ത് മരങ്ങൾ വേണമെന്നില്ലല്ലോ. കൊള്ളാം. അപ്പോൾ നമ്മുടെ മൂന്നാറിനടുത്തുള്ള മുട്ടുകാട് പാഡി ഫീൽഡ്സിൻ്റെ ആ ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഇത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു, അല്ലെങ്കിൽ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. ഇതുപോലുള്ള ധാരാളം യാത്രാവിശേഷങ്ങളൊക്കെ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.